പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേതൊരു പഴയകാല നാടൻ കറിയായ ചക്കക്കുരു മാങ്ങയും ഒഴിച്ചുകറിയാണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീട്ടിലേക്ക് തന്നെ പോവാം. ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് 2 ചേരുവകളാണ്. ചക്കക്കുരുവും അതുപോലെ തന്നെ നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. മാങ്ങ നമ്മൾ അരിയുമ്പം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിയണം, അല്ലെങ്കിൽ ആകപ്പാടെ വെന്ത് കുഴഞ്ഞു പോകും. ഇതല്ലെങ്കിലും വെന്തുടയും, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുക്കറിൽ ഒരു 4 വിസിൽ അടുപ്പിക്കാമേ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കുക്കറൊക്കെ തുറന്ന് നോക്കി, നന്നായിട്ടിങ്ങനെ വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരുവൊക്കെ നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ തവി കൊണ്ടും കൂടെ ഒന്ന് ഉടയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതുപോലെ ആവും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് മുമ്പ് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും നന്നായിട്ട് വടുകനെ അങ്ങ് അരച്ചെടുക്കണേ. ഇനി നമുക്കത് കുക്കറിൽ നിന്ന് പകർത്തിയ വേറൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ച് തന്നെ ഇത് കലക്കണം. കാരണമെന്ന് വെച്ചാൽ ഇത് തണുക്കുമ്പം ചക്കക്കുരു അല്ലേ ഒന്ന് കുറുകി വരും, അതുകൊണ്ടാണ്. അപ്പം ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മൾ മോരൊക്കെ കാച്ചുമ്പം ചെറുതായിട്ടൊരു പത വരുന്നത് വരെ നമ്മൾ ഇളക്കത്തില്ലേ, ആ ഒരു രീതിക്ക് ആക്കിയാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതറി കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കത് കടുക് താളിച്ചൊഴിക്കാം. ഒരു കുഞ്ഞ കൈച്ചട്ടിയിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ച് വെച്ചേക്കണേ, ഇതിൻ്റെ മണം പോകാതിരിക്കാനാണ്. ഏത് കറി ഉണ്ടാക്കിയാലും അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.